ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ പട്ടുപാവാടയ്ക്കൊക്കെ ഇടാൻ പറ്റുന്ന ഒരു ലോങ് ബ്ലൗസിൻ്റെ വീഡിയോ ആണ്. 3 to 4 ഇയേഴ്സ് ബേബിയുടെയാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഞാൻ ആദ്യം ഫ്രണ്ട് പാർട്ടിൻ്റെ നെക്കാണ് നമ്മൾ ആദ്യം ഫിനിഷ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് അതൊന്ന് എടുത്തിട്ട് എല്ലാം ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഇത് വർക്ക് ചെയ്ത തുണിയാണ്, ഞാൻ തന്നെ ആരി വർക്ക് ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ നമുക്ക് ഫ്രണ്ട് പാർട്ടിൻ്റെ നല്ല വശവും ലൈനിങ്ങും കൂടെ ചേർത്ത് വെച്ചിട്ട് നമുക്കൊരു സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ മെയിൻ തുണിയുടെ നമ്മൾ നെക്ക് വെട്ടിക്കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊന്ന് നമുക്കൊന്ന് വെട്ടിയെടുത്തിട്ട് നമുക്ക് അവിടെ നിന്ന് ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് തിരിച്ചെടുക്കുമ്പോൾ നല്ല ഷേപ്പിൽ നെക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതേ അങ്ങനെ ആ സ്റ്റിച്ചിൽ തട്ടാതെ നമുക്കൊന്ന് കട്ടിങ്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ തിരിച്ചിട്ട് കൊടുത്തിട്ട് നമുക്ക് വർക്കിൽ തട്ടാതെ 1 foot ഇട്ടിട്ട് വേണമെങ്കിൽ നമുക്കത് സ്റ്റിച്ചിങ് ഫിനിഷ് ചെയ്തെടുക്കാം. പക്ഷേ ഇവിടെ എൻ്റെ 1 foot ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഇങ്ങനെ ലൈനിങ്ങിലാണ് നമ്മൾ തിരിച്ചിട്ട് കൊടുത്തിട്ട് ലൈനിങ്ങിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അത് അപ്പുറത്തോട്ട് നിന്നോളും. അതിൻ്റെ എഡ്ജ് ഭാഗമൊന്നും നമുക്ക് ഇങ്ങോട്ട് കാണില്ല. അപ്പോൾ നല്ല ഫിനിഷിങ്ങിൽ നമുക്കിവിടെ നെക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡാട്ട് ഒന്ന് നമുക്കൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം. ഡാട്ട് ലെങ്ത്ത് ഞാനിവിടെ ഒരു 5.5 ഇഞ്ചോളം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് പാർട്ടിൻ്റെ ഓപ്പണാണ്, നമ്മൾ ബാക്ക് ഓപ്പണാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കത് ആദ്യം ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ബാക്ക് പാർട്ടിൻ്റെ നല്ല വശവും ലൈനിങ്ങും കൂടെ ചേർത്ത് വെച്ചിട്ട് നമുക്കതൊരു സ്റ്റിച്ച് നെക്കിൻ്റെ അവിടെ മാത്രം ഒരു സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ടത് കട്ടിങ്സ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് തിരിച്ച് മറിച്ച് വെച്ചിട്ട് നമുക്ക് ആ ഓപ്പൺ ചെയ്ത ഭാഗം മാത്രം വന്നിട്ട് ക്ലോത്തും ലൈനിങ്ങും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. നെക്കൊന്നും ചെയ്യണ്ട. അങ്ങനെ ഇവിടെ 2 ഭാഗവും അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ റൈറ്റ് സൈഡാണ് ഞാനിവിടെ ബൈൻഡിങ് പീസ് വെക്കുന്നത്. 2.5 ഇഞ്ചിലാണ് ബൈൻഡിങ് പീസ് എടുത്തിരിക്കുന്നത്. അതൊന്ന് ഫോൾഡ് ചെയ്തിട്ട് നമ്മുടെ നല്ല ഭാഗത്ത് വെച്ചിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. മുകളിൽ നമുക്കൊരു 1 ഇഞ്ച് വിട്ടിട്ട് വേണം നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ. എന്നിട്ട് അത് നമ്മൾ തുണിയുടെ പുറകിലോട്ടൊന്ന് മടക്കി വെച്ചിട്ട് വേണം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. എന്നിട്ട് തിരിച്ചിട്ട് നമുക്കിങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. കറക്റ്റായി വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി ലെഫ്റ്റ് സൈഡ് വരുന്ന ഭാഗം എടുത്തിട്ട് അതിൻ്റെ ചീത്ത വശത്ത് വെച്ചിട്ട് 1.5 ഇഞ്ചിൻ്റെ പീസാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതെടുത്ത് നമുക്കിങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അത് നമുക്ക് ഫോൾഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇങ്ങനെ വെച്ച് അതേപോലെ തന്നെ 1 ഇഞ്ച് നമുക്ക് മുകളിലൊന്ന് കൊടുത്ത് ബാക്കിലോട്ട് മടക്കി വയ്ക്കുക. എന്നിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട്
ഇത് നല്ല ഭാഗത്തോട്ട് മറിച്ചെടുത്തിട്ട് നമ്മളൊന്ന് ഫോൾഡ് ചെയ്തിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ബാക്ക് പാർട്ടും ഇത് ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ ബാക്കിലും ഡാട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതും ഒന്ന് ക്ലോസ് ചെയ്ത് വിടാം. നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കാം. ഫ്രണ്ട് പീസിൻ്റെ നല്ല ഭാഗവും ബാക്ക് ഭാഗത്തിൻ്റെ നല്ല ഭാഗവും കൂടെ ചേർത്ത് വെച്ചിട്ട് നമുക്ക് ബാക്കിലെ ലൈനിങ് പീസ് എടുത്തിട്ട് ബാക്കിലോട്ട് വെച്ചിട്ട് നമുക്കൊന്ന് ഡബിൾ സ്റ്റിച്ച് ചെയ്തെടുക്കാം. രണ്ട് ഭാഗവും നമുക്കങ്ങനെ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബാക്ക് നെക്കിൻ്റെ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ടില്ലായിരുന്നു, അതിനൊന്ന് കറക്റ്റാക്കി വെച്ചിട്ട് ഒന്ന് സൈഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് സ്ലീവ് ജോയിൻ ചെയ്യാൻ നമുക്കൊന്ന് മെയിൻ ക്ലോത്തും ലൈനിങ് ക്ലോത്തും കൂടെ ഒന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതൊന്ന് തെന്നി മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സ്ലീവ് വെച്ച് കൊടുക്കാൻ ഞാനിവിടെ സ്ലീവ് എടുത്തിരിക്കുന്നത് 3 ഇഞ്ച് വിട്ടിലും നമ്മുടെ ആം ഹോളിൻ്റെ രണ്ട് ഇരട്ടി നീളത്തിലുള്ള തുണിയാണ് എടുത്തിരിക്കുന്നത്. അതിനൊന്ന് നമ്മൾ ഷേപ്പ് വരച്ചു കൊടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് താഴെ ഒന്ന് നമ്മൾ ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യാം. ആദ്യം തുടക്കത്തിൽ വെച്ച് കൊടുത്തിട്ട് ഫ്രില്ലിടാതെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് അതിൻ്റെ സെൻറ്റർ ഭാഗത്തൊന്ന് വെച്ചിട്ട് അതുവരെ നമുക്ക് ബാലൻസ് തുണി കിട്ടുന്നതിന് മൊത്തം നമുക്ക് ഫ്രില്ലിട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് വരാം. ഒരു സ്റ്റിച്ചും കൂടെ കൊടുത്തിട്ട് നമുക്ക് മുകളിലൂടെ ഒരു ടോപ്പ് സ്റ്റിച്ച് കൂടി കൊടുക്കാം.
സ്ലീവ് 2 ഭാഗത്തും ജോയിൻ ചെയ്തിട്ട് നമുക്ക് 2 സൈഡ് ഒന്ന് ജോയിൻ ചെയ്യാം. അതിനായിട്ട് ഞാനിവിടെ 1 ഇഞ്ച് നമുക്കൊന്ന് ഷേപ്പ് വരച്ചു കൊടുത്തിട്ട് താഴത്തുനിന്ന് മുകളിലോട്ട് 3 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട് സ്ലിറ്റിനായിട്ട്. അപ്പം നമ്മൾ ഈ അടയാളപ്പെടുത്തിയത് വരെ കൊണ്ട് നിർത്തിയിട്ട് താഴത്തുനിന്ന് മടക്കിയിട്ട് നമ്മൾ സ്ലിറ്റ് അടിച്ചു കൊടുക്കുകയാണ്. സ്ലിറ്റ് നമുക്ക് വൃത്തിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ അപ്പുറത്തെ സൈഡും നമുക്ക് ചെയ്ത് കൊടുക്കാം. താഴെ നമുക്കൊന്ന് 2ആക്കി ഫോൾഡ് ചെയ്തിട്ട് കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്യാം. പിന്നെ നമുക്ക് ഹുക്ക് വയ്ക്കലാണ്. അത് നമ്മളൊന്ന് മടക്കി വെച്ചിട്ട് അടയാളം നോക്കി ഹുക്ക് പിടിപ്പിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായ എൻ്റെ ചാനലിന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.